Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. As usual, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിനെ ബഹുമാനിച്ച് പയ്യെ തിരികെ യാത്രയാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചിട്ട് പോയി 2 ദിവസമായി എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. തിരക്കായിരുന്നു, പലവിധ കാരണങ്ങൾ. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെങ്കിൽ നമുക്ക് കൂടുതൽ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭക്ഷിക്കുന്നതിൽ 10% നമ്മൾ പുറത്ത് വരുന്നതല്ലേ. അപ്പോൾ ഞാനിപ്പം 3-3.5 വർഷമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു, നിങ്ങളുമായിട്ട് സംവദിക്കുന്നു. അപ്പം കോൺട്രാവേഴ്സിയിലൊന്നും ചെന്ന് പെടാതെ, എന്നാൽ ഹൈലി കോൺട്രാവേഴ്സിയലായിട്ടുള്ള അത്തരം വിഷയങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. പക്ഷേ എന്നാൽ അത് കേൾക്കുന്നവർക്ക് ബോധ്യം വരും, ഇതിനകത്ത് പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന അല്ലെ പ്രവർത്തിക്കുന്ന. അതായത് പോസിറ്റീവായ കാര്യങ്ങൾ കാണുമ്പോൾ അത് പറയും. ഇനി ഇഷ്ടമുള്ള ആളല്ല ചെയ്തത്, ഇഷ്ടമില്ലാത്ത ആളാണ് ചെയ്തത്, അതൊന്നും വിഷയമല്ല. നമുക്ക് നാടിന് ഗുണമായ, നാട്ടുകാർക്ക് അനുകരിക്കാവുന്നതായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ആര് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമേ ഞാനൊരു ക്ലിപ്പ് കണ്ട് ടി വിയിൽ. അത് എന്താ വിഷയമായിട്ട് സംസാരിക്കും. അതിതാണ്, ട്രംപിനെ പറ്റി ഒരു പ്രചരണം വരികയാണ്. ട്രംപ് നോബൽ പ്രൈസ് എനിക്ക് തന്നാൽ എന്നെ കുഴപ്പം ചോദിച്ചെന്നും പറഞ്ഞു. ഇത് ദുഷ്ടന്മാർ പുള്ളിക്ക് അർഹതയുള്ളത് കൊടുക്കുമെന്നുള്ള പേടിയുടെ അഡ്വാൻസ് അടിക്കുക. ഇനി അദ്ദേഹം അടിച്ചാൽ ഞാൻ എൻഷുർ ചെയ്തില്ല, ഞാനിന്നൊന്ന് ചെക്ക് ചെയ്യാം. എനിക്കാവും. അപ്പോൾ ഞാൻ ട്രംപിനെ പറ്റി ഒന്ന് പഠിച്ചു. നമുക്കറിയാം, ബറാക്ക് ഒബാമ തൊട്ട് ഒത്തിരി പേരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്, ഞാൻ പഠിച്ചു, കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിസമ്പന്നനാണ്. വലിയ വലിയ ടവറുകളുടെയൊക്കെ ഉടമയാണ്, അങ്ങനെ ഒത്തിരി. അപ്പം ഇതെല്ലാം ഉള്ള ആൾ പിന്നെയും പൊതുരംഗത്ത് വരികയും ഒരു രാജ്യത്തെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഔന്നിത്യവും ഉത്സാഹമൊക്കെ പിടിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിക്കണമല്ലോ. അല്ലാതെ PR വർക്ക് നടത്തിയും മറ്റ് പല രീതിയിലുമല്ലല്ലോ അദ്ദേഹം വരുന്നത്. ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൊരു വീഡിയോയിലേക്കൊന്ന് തിരിഞ്ഞ് കൈ കാണിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ട്രംപ് ഉണ്ടാകത്തില്ല. ഒരു വെടിയേറ്റാണ് കടന്നു പോയത്. അതേപോലെ തന്നെയാണ് ചാൾസ് ക്രിക്കിനെതിരെയും വന്നത്. പക്ഷേ പുള്ളി അങ്ങനെ ഒരു 31 വയസ്സുള്ള യുവാവ് ഇത്ര വലിയ ത്രെട്ടിൻ്റെ കീഴിലാണെന്നും ആരും ഓർത്തിട്ടില്ലായിരിക്കാം. എന്തായാലും മൃതപ്പെട്ടു പോയി. ധാരാളം ചെയ്യാനുണ്ടായിരുന്ന ആളാണ്, മൃതപ്പെട്ടു പോയി. പക്ഷെ ഒരു കാര്യമാണ്, ജീസസ് ക്രൈസ്റ്റ് 33 വയസ്സിൽ മരിച്ചതല്ലേ. ഇന്ന് ജനകോടികൾ, ഇന്നും ഈ നിമിഷം പോലും ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രായമല്ല കാര്യം, ചെയ്ത പ്രവൃത്തിയിലാണ് കാര്യം. ഇപ്പം 30 വയസ്സുള്ള ചാൾസ് ക്രിക്ക് കഴിഞ്ഞ ദിവസം വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു ബോയ് ഉണ്ട്, ഫുട്ബോൾ തട്ടിക്കുന്നത്, 15 വയസ്സുള്ള ഫ്രസാറ്റിയോടൊപ്പം. നമുക്ക് മനസ്സിലായി ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല, എന്ത് ചെയ്തു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് എനിക്ക് വലിയ കൗതുകം. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സുരക്ഷ, അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി ത്യാഗം ചെയ്യുന്നുണ്ട്. പലരും പിണക്കുന്നുണ്ട്, ഉത്തമരായ സുഹൃത്തുക്കളെ പിണക്കുന്നുണ്ട്. ഉക്രൈൻ റഷ്യ വാർ അത് അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെട്ടപ്പം ആക്ച്വലി ഗുഡ് മോർണിംഗ് മിസ്, ഒത്തിരി ആയല്ലോ കണ്ടിട്ട്. ഉണ്ടോ? നമ്മുടെ സ്വന്തം കൊച്ചല്ലേ. അപ്പം നമ്മൾ യുക്രൈൻ വാറ് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ വന്നപ്പം റഷ്യയെ സംബന്ധിച്ച് അതിൻ്റെ ഫൈനാൻഷ്യൽ സ്രോതസ്സിന്
ഒരു കോട്ടവും തട്ടുന്നില്ല എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. കാരണം യുദ്ധം നടക്കുന്നു, 1-2 വർഷമായിട്ട് യുദ്ധം നടക്കുക. പക്ഷേ ഈവൻ അവരുടെ വെൽത്ത് സോഴ്സിന് യാതൊരു കുറവും കാണുന്നില്ല. അതാണ് പ്രധാനമായ ഒരു കാര്യം. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് വന്നപ്പോഴാണ് റഷ്യയിൽ നിൽക്കുന്ന ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന 2 രാജ്യങ്ങളാണ്. കാരണം ഉപരോധമുണ്ട്, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന 2 രാജ്യം, ഒന്ന് ചൈനയും ഒന്ന് നമ്മുടെ ഇന്ത്യയുമാണെന്നുണ്ട്. ആ വിഷയത്തിലാണ് അമേരിക്ക ശകലം നമ്മളുമായിട്ട് അകലാനിടയായത്. അപ്പോൾ അതൊക്കെ നമ്മുടെ വിഷയമല്ല, അതൊക്കെ അത് നമ്മുടെ രാഷ്ട്രീയ മീമാംസകർ നോക്കട്ടെ. നമ്മുടെ വിഷയം ഈ ട്രംപ് ഒരുപക്ഷെ അദ്ദേഹം ഒരു മണ്ടനാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. എന്തിനേയും ശക്തിയായി വിമർശിച്ചുകൊണ്ട് വിമർശകരെ ശത്രുക്കളെ നേടുന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ ആത്യന്തികമായിട്ട് പഠിക്കുമ്പോഴേ അമേരിക്ക കാര്യം നോക്കി അവിടുത്തെ ആളുകളെ നോക്കി ജീവിച്ചാൽ പോരെ. അവർ ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി ഇത്ര ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഓരോ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അവർ സൂര്യൻ അസ്തമിക്കാത്ത നാട് പോലെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ, അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. പണ്ട് സൂര്യൻ അസ്തമിക്കാത്ത നാട്ടിലേക്ക് അവർ കീഴ്പ്പെടുത്തിയ എല്ലാ രാജ്യത്തും വസ്തുക്കളും പ്രോപ്പർട്ടീസും ഒക്കെ ഒഴുകിക്കൊണ്ടിരുന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ അമേരിക്ക നമ്മുടെ അടുത്തൊന്നും അടിച്ചോണ്ട് പോകുന്നില്ല, മറിച്ച് നമുക്ക് വല്ലതും തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ടെക്നോളജി ആയിട്ടും യന്ത്രോപകരണങ്ങളായിട്ടും ഒക്കെ തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അവിടെയാണ് ട്രംപിൻ്റെ ഒരു നമ്മളെല്ലാവരും ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഞങ്ങളെല്ലാം ഒരു കൗതുകത്തോടെ അത് നോക്കിക്കാണണം. ആ മനുഷ്യൻ അദ്ദേഹം നല്ല പ്രായമുണ്ട്, വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. നമ്മൾ പരിശോധിക്കുമ്പം തീർച്ചയായിട്ടും മുൻകൂട്ടി ചിലർ ഒഴിവെട്ടി എറിഞ്ഞ് അയാളുടെ നോബൽ സമ്മാനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിനർഹനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അമേരിക്കയിൽ സമ്പന്നവർഗം ഉണ്ട്, ഇടത്തട്ടുകാരുണ്ട്, പിന്നെ ഏറ്റവും താഴെത്തട്ടിലെ ആളുമുണ്ട്. പക്ഷെ താഴെത്തട്ടിലെ ആളുകളുടെ ആ ഒരു പോവർട്ടി റിഫ്ലക്റ്റ് ചെയ്യാത്തത് അവിടെ ജോലിയുടെ മേന്മ കൊണ്ടാണ്. അവിടെ ഒരവർ ജോലി എടുത്താൽ ഇപ്പോൾ $22 മിനിമം ഒരവർ. എന്ത് പണി ചെയ്താലും കൊടുത്തിരിക്കണം, അത് നിയമമാണ്. അപ്പം ഒരു സാധാരണ റോഡ് പണിക്കാരൻ്റെ, ഞാനവിടെ അമേരിക്കയിലായിരുന്നപ്പം അന്ന് അവൻ്റെ റേറ്റ് $300 ഒരവറിന്. റോഡിൽ പണിയെടുക്കുന്ന, ചൂടടിക്കുന്ന, ടാറ് പണി ചെയ്യുന്ന തൊഴിലാളിയുടെ 1 മണിക്കൂറിൻ്റെ വേതനം $300 അന്ന്. ഇപ്പോൾ അത് 500 കാണും. കാരണം ഞാൻ പോന്നിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. അപ്പം അന്ന് ഞാനവിടെ ഉള്ളപ്പം $14 ആയിരുന്നു, ഇപ്പോൾ $22 പെർ അവർ. ഗുഡ് മോർണിംഗ് സർ. അതാണ് സ്ഥിതി. അപ്പം ഇതുകൊണ്ടെന്താ, ഒരുവൻ സാധാരണക്കാരനാണെങ്കിലും അവൻ്റെ കയ്യിൽ അവൻ ജീവിക്കാനുള്ള പണം വരും. മറിച്ച് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഇവിടുത്തെ നേഴ്സിംഗ് ഓഫീസർമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൂടിയാൽ 30 അല്ലെങ്കിൽ 35 അല്ലേ. അത് ഏറ്റവും നല്ല ആശുപത്രി. അല്ലാത്തവർക്കൊക്കെ 20 തൊട്ട് മുകളിലോട്ട്, 18 തൊട്ട് മുകളിലോട്ടാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം ചാടി പുറത്ത് പോകുന്നത് അല്ലേ. അന്നേരം ആദ്യമൊക്കെ ഗൾഫിൽ പോയി. അന്ന് ഗൾഫിൽ 75,000 80,000 ആയിരുന്നു. അപ്പോൾ അവർ യൂറോപ്പിൽ പോയി. യൂറോപ്പിൽ 2.5 3 ആയപ്പം ഗൾഫുകാർ ഇപ്പോൾ 2 വരെ കൊടുക്കുന്നുണ്ട്. യൂറോപ്പുകാർ അന്നേരം 3 3.5 4 സ്പെഷ്യലിസ്റ്റുകൾക്ക് കൂടി കൊടുക്കും. അത് നേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുമ്പം 3 3.25 കിട്ടുമ്പം അതിനകത്ത് ക്രിട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ഡയാലിസിസ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പം ശമ്പളം കൂട്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലായില്ലേ. അപ്പം നമ്മളിവിടെ വേജസ് കുറച്ച് കൊടുത്തുകൊണ്ട്, പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് വേജസ് കുറച്ച് വെച്ചിരിക്കുക. ഡോക്ടർമാരുടെ ശമ്പളമൊക്കെ വെച്ച് നോക്കുമ്പോൾ വെറും ചെറിയ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യിപ്പിക്കുന്നത്, ഡോക്ടർമാരെയും നേഴ്സുമാരെയൊക്കെ. അത് മാറ്റേണ്ട കാലമായി. ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിലെ സിസ്റ്റമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഒത്തിരി കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പം അവരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. നേഴ്സിംഗ് ഓഫീസർമാരുടെ ശമ്പളം, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ശമ്പളം, ശാസ്ത്രജ്ഞന്മാരുടെ ശമ്പളം. കാരണം അവർക്ക് അന്തസ്സായി അഴിമതി നടത്താതെ തൻ്റെ ജനത്തെ സേവിക്കണമെങ്കിൽ അതനുസരിച്ചൊരു വരുമാനവും കൂടെ വേണം. നമ്മളൊത്തിരി ഉയർന്നു നമ്മൾ ഓരോന്നും പഠിച്ചിട്ടായി പറയുന്നത്. കേരളം മറ്റ് രാജ്യങ്ങൾക്കൊപ്പത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്.
അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേറ്റിനൊപ്പം അതിന് മുകളിലുമായിട്ട് എത്തിയിട്ടിരിക്കുകയാണ്. പൗരാവകാശങ്ങൾ അത്രയും മുകളിലാണ്. പക്ഷേ അതോടൊപ്പം പെർ ക്യാപിറ്റ ഇൻകം കൂടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ തൊഴിലാളികൾക്ക്, ഒരു മത്സ്യത്തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഏത് തൊഴിലാളി ചെയ്യുന്ന ആൾക്കും അയാൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ ഈ വേതന ഘടന പുനഃപരിശോധിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ട്രംപ് വിപ്ലവം കാട്ടും എന്ന കാര്യം യാതൊരു സംശയമില്ല. പെട്ടെന്ന് നമുക്ക് തോന്നും അല്ല, ധീരന്മാരെപ്പോഴും അങ്ങനെയാണ്. ചടുലതയിലാണ് അവരുടെ നീക്കങ്ങൾ. ആ നീക്കങ്ങൾ ഫലപ്രാപ്തി എത്തുകയും ചെയ്യും. അപ്പം ഈ ആദ്യ തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാവുന്ന ഒട്ടേറെ പേര് ട്രംപിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് അവർ ഇഷ്ടപ്പെട്ട് വന്നു. അവരുടെ രാജ്യത്തേക്ക് ഏത് രാജ്യത്തു നിന്ന് നികുതിയില്ലാതെ എന്തും കൊണ്ടിയെല്ലാം, പക്ഷെ തിരിച്ച് വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ഗുണമേന്മയുള്ളതും അനുപാതമില്ലാത്തതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ അവരുടെ സാധനം ഇങ്ങോട്ട് വരുമ്പം 300% ടാക്സും കിട്ടും. അതാണ് ഇത്രയും പ്രകോപനം ഉണ്ടായത്. അപ്പോൾ അവരും അങ്ങോട്ട് കൂട്ടി. അപ്പോൾ അങ്ങനെ കൊണ്ട് പറഞ്ഞാൽ എത്ര, വെറും 3 മാസം കൊണ്ട് നികുതി വർധന മൂലം അമേരിക്കൻ സാമ്പത്തിക സ്ഥിതി ഗുഡ് മോർണിംഗ് അത് വളരെ സുശക്തമായി എന്നാണ് ഒരു റിപ്പോർട്ട് കാണിക്കുന്നത്. അവർ നികുതി പിടിക്കാൻ തുടങ്ങിയപ്പം അവിടെ രാജ്യത്തേക്ക് വരുന്ന പ്രോഡക്റ്റുകൾക്ക് നികുതി പിടിക്കാൻ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെട്ടു. അപ്പം നമ്മൾ നികുതി കുറയ്ക്കുകയും ആ ഫ്ലോ കറക്റ്റാക്കുകയും ചെയ്താൽ അവരും അങ്ങനെ ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പം GST കുറച്ചപ്പം നമ്മളെല്ലാം വലിയ സന്തോഷത്തിലല്ലേ. കാരണം നമ്മുടെ അധ്വാനം മുഴുവൻ നികുതിയായിട്ട് ചോർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ചിക്കനായിട്ടും മട്ടനായിട്ടും മുട്ടയായിട്ടും പൊറോട്ടയായിട്ടൊക്കെ വരും എന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ നമുക്ക് സ്നേഹിക്കാം. അതോടൊപ്പം അമേരിക്കയ്ക്ക് വേണ്ടി ഒരു പോരാളിയെപ്പോലെ തുറന്ന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിനെ നമുക്ക് അനുമോദിക്കാം, ട്രംപിനെ പറ്റി ചിന്തിക്കാം. അതുപോലെ ധാരാളം ട്രംപുമാർ നമ്മുടെ നാട്ടിലും ഉണ്ടാകട്ടെ. നമ്മുടെ ഗവൺമെൻറ്റിങ്ങിലൊക്കെ അത് പ്രതിഫലിക്കട്ടെ. ചുണയുള്ളവരായിട്ട് ചാടി പുറത്ത് വന്ന് ചുണയോടുകൂടി പ്രവർത്തിക്കട്ടെ. വിമർശനം നടക്കും. വിമർശനത്തെ പ്രതിപേടിച്ച ഒരു രാജ്യത്തൊന്നും നടക്കില്ല. വിമർശനം നമുക്ക് വിഷയമല്ല. നമ്മൾ വിമർശനത്തെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ധാരാളം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. എന്തായാലും ഒരടിപൊളി പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ബി പോസിറ്റീവ് ഓൾവേസ്. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആളെ കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് അദ്ദേഹം ഒരു വലിയ ഓഫീസറാണ്, വിദേശത്താണ്, ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. വലിയ പദവി, വലിയ ഔന്നത്യങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഇപ്പം ഭൂമിയിലേക്ക് നോക്കണമെന്നാണ് പറയുന്നത്. ഭൂമിയുമായി സായുജ്യത്തിലാകണം. തീർച്ചയായിട്ടും നല്ലൊരു തിങ്കിങ്ങാണ് അതല്ലേ. ഞങ്ങളെല്ലാം ഭൂമിയെ പഠിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കൊച്ചു വീട്ടിലാണെങ്കിലും അതിന് ചുറ്റും മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അവിടെ വരുന്ന കിളികളുടെ പാട്ട് കേട്ട് എന്ത് ഫ്രൂട്ട് ഉണ്ടായാലും ഞാൻ പകുതിയെ പറിക്കത്തുള്ളൂ. അത് കുറേയൊക്കെ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അതെൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ചതാണ്. ചക്ക ഇട്ടാൽ മുഴുവൻ ഇടരുത്, മാങ്ങ ഇട്ടാൽ മുഴുവൻ പറിക്കരുതെന്ന് പറയും. കാരണം പറവകൾക്കും പ്രാണികൾക്കും വേണ്ടി അത് സൂക്ഷിക്കുകയാണ്. അതേ രീതി നമ്മളിപ്പോൾ ജീവിക്കണം. അപ്പം ഈ ആൾ വന്ന് ഇദ്ദേഹം പറഞ്ഞപ്പം ഞാൻ അത് ചിന്തിച്ചു. അതെ, ഭൂമിയിലേക്ക് വരണം. തീർച്ചയായിട്ടും മെട്രോ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കത് വലിയ കൗതുകമായിരിക്കും. പക്ഷെ നമുക്കത് അത്ര വലിയ കൗതുകമൊന്നുമില്ല. നമ്മളങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മളെല്ലാം ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ സാധാരണക്കാരായിട്ട് സംസാരിക്കുന്നു, സാധാരണക്കാർ വലയിട്ട് മീൻ പിടിക്കുമ്പോൾ അത് വാങ്ങിക്കുന്നു, അവരുമായിട്ട് വിശേഷം തിരക്കുന്നു, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായത്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ഒന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ? പ്രഭാഷകനിൽ പറയുന്നുണ്ട്, നീ ആർജിക്കുന്ന അറിവും നീ ആർജിക്കുന്ന സിദ്ധിവിശേഷങ്ങളും അത് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കണം. സമൂഹത്തിന് വേണ്ടി അത് നീ ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എനിക്ക് ഇയാളെ അറിയാം. വളരെയധികം പഠിച്ച് 30 വർഷമായിട്ട് പഠിച്ച് മിടുക്കനായി വളർന്നു വന്ന ആളാണ് അദ്ദേഹം. താഴോട്ട് നോക്കി ബുദ്ധനെ പോലെ
ജൈന മത സ്ഥാപനയെ പോലെയൊക്കെ അങ്ങാകുമ്പോൾ ആർജിച്ചെടുത്ത സിദ്ധിവിശേഷങ്ങൾ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അത് വേണം, നമ്മൾ നിർവ്വാണത്തിലേക്കൊക്കെ പോകണം. അതോടൊപ്പം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നാം ആർജിച്ചെടുത്ത അറിവുകൾ പ്രചരിപ്പിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു അനുയായിയെങ്കിലും സൃഷ്ടിക്കണം. നമുക്ക് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു വൃന്ദം ആളുകളെ നയിക്കണം, എന്നിട്ട് കടന്നു പോകണം. അതാണ് പോസിറ്റീവ് വൈബെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, ഒന്നുകൂടെ ഇരിക്കണമെന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ പഠിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയുന്നത് കിട്ടുമെങ്കിൽ അത് ഞാൻ പകർന്നു. നിങ്ങളൊന്നും നേരിട്ട് അദ്ദേഹത്തിന് പ്രാപ്യരായിരിക്കത്തില്ല, പലതരം കാരണങ്ങൾക്കാണ്, ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന്, ഒന്നും കൂടെ സംസാരിക്കാം. എന്തായാലും ഒന്നുണ്ട്, നമ്മൾ ആരായിരുന്നാലും നമ്മൾ ആർജിച്ചെടുത്ത അറിവുകൾ ഷെയർ ചെയ്യണം, ആർജിയുടെ സിദ്ധിവിശേഷങ്ങൾ പങ്കുവെക്കണം, ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവർക്ക് നമ്മളൊരു പോസിറ്റീവ് വൈബ് പകർന്നു കൊടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.